അന്ന് ഒന്നിച്ച മാധവനും രുക്മിണിയും ഇന്നും കുടുംബ വീട്ടിൽ വളരെ സന്തോഷകരമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. വീണ്ടും ഒരു വിഷുക്കാലം വന്നിരിക്കുകയാണ്. ചേക്ക് ഗ്രാമ വിഷുവിൻ്റെ ആഘോഷ തിരക്കിലാണ്. മാധവനും രുക്മിണിക്കും ഒരു പെൺകുഞ്ഞാണ്. പെൺകുഞ്ഞുമായി വിഷുക്കണി കാണുന്നതിൻ്റെ തിരക്കിലാണ് രുക്മിണിയും മാധവനുമൊക്കെ. മാധവൻ്റെ കൂട്ടുകാരൻ സുഗണൻ തന്നെയാണ് ഈ പ്രാവശ്യവും കൃഷ്ണവേഷം കെട്ടി ചേക്ക് ഗ്രാമത്തിലെത്തുന്നത്. മാധവനും രുക്മിണിയും മകളുമായി അമ്പലത്തിലൊക്കെ പോകുന്നതിൻ്റെ തിരക്കിലാണ്. വളരെ സന്തുഷ്ടമായൊരു കുടുംബം തന്നെയാണ് ഇപ്പോൾ മാധവൻ്റെയും രുക്മിണിയുടെയും. ഇരുവരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. മാധവൻ ഇപ്പോൾ പഴയ സ്വഭാവമെല്ലാം മാറ്റി ഇപ്പോൾ മോഷണമൊക്കെ നിർത്തി ഇപ്പോൾ റേഷൻ കടയിൽ സജീവമായി മാധവൻ തന്നെയാണുള്ളത്. പിള്ളേച്ചൻ ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പിള്ളേച്ചൻ്റെ റേഷൻ കട ഇപ്പോൾ നോക്കി നടത്തുന്നത് മാധവനാണ്. മാധവന് സഹായിയായി സുഗണനും അവിടെ തന്നെ ഉണ്ട്. മരുമകനെ റേഷൻ കടയെല്ലാം ഏൽപ്പിച്ച് പിള്ളേച്ചൻ ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. ഭാര്യ ശാന്തയുമായി ഇപ്പോൾ വളരെ ശാന്തമായി തന്നെയാണ് പിള്ളേച്ചൻ പോകുന്നത്. വേറെ ഒരു പ്രശ്നവും പിള്ളേച്ചൻ ഇപ്പോൾ ഇല്ല. മരുമകൻ തന്നെയാണ് പിള്ളേച്ചൻ ഇപ്പോൾ എല്ലാം. മരുമകനും മകളും കൊച്ചുമകളുമായി വളരെ സന്തോഷകരമായ ജീവിതം തന്നെയാണ് ഇപ്പോൾ പിള്ളേച്ചേൻ്റേത്. പഴയ വാശിയും ദേഷ്യവും ആരോടും തന്നെ. ഇവർ തമ്മിലുള്ള സൗഹൃദത്തിന് ഇപ്പോഴും ഒരു വിള്ളലും വീണിട്ടില്ല. പിള്ളേച്ചിലെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് മെമ്പർ. വിഷുദിനത്തിൽ മാധവനെ കാണാനായി മാധവൻ്റെ കുഞ്ഞനുജത്തിയും ഓടിയെത്തി. മാധവനും കുടുംബവും വിഷു ആഘോഷിക്കുന്നതിൻ്റെ തിരക്കിലാണ്. മാധവൻ്റെ വേണ്ടപ്പെട്ട എല്ലാവരും തറവാട് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വിഷു ആഘോഷത്തിനായി.